വിപിന്യ രേവതിയുടെ ഞാള് പോറ്റിയ കരിമ്പൂച്ച കവിതാ സമാഹാരം സുനിൽ പി ഇളയിടം രാജേന്ദ്രൻ എടുത്തങ്കരയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രശസ്ത വാഗ്മീകിയും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം അഭിപ്രായപ്പെട്ടു. വിപിന്യ രേവതിയുടെ ഞാള് പോറ്റിയ കരിമ്പൂച്ച എന്ന കവിത സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജേന്ദ്രൻ എടുത്തുംകര ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ചടങ്ങിൽ NB സുരേഷ് അധ്യക്ഷത വഹിച്ചു. സാഹിറ കുച്ചിപ്പുറം പുസ്തക പരിചയം നടത്തി. മണലിൽ മോഹനൻ, ഹരിധരൻ കരിമ്പനപ്പാലം, വി ഫിറോസ്, നില വിജയൻ, അപർണ P, ഹാജറ KM, സുധീഷ് TA, NK ഗോവിന്ദൻ, വിപിന്യ രേവതി, ദിവാകരൻ കൊള്ളിക്കാവൽ എന്നിവർ സംസാരിച്ചു. എൻ്റെ കാവ്യാഭിരുചിയെ രൂപപ്പെടുത്തിയത് അത്തരം കുറേ എഴുത്തുകാരാണ്. പിന്നെ നിശ്ചയമായിട്ടും മോഡേണിസത്തിലെ സത്യമാഷയും ബാലേന്ദ്രനെയും KGSനെയും ആറ്റൂരിനെയും ഒക്കെ പോലുള്ള കവികളിലൂടെയാണ് ഞാൻ കവിതയോട് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിരുചിക്ക് ചരിത്രപരമെന്നൊക്കെ പറയാവുന്നൊരു അതിരുണ്ട്. അപ്പം അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ സമകാല കവിത എന്നൊക്കെ പറയുന്ന കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ വികസിച്ചു വന്ന കവിതയുടെ ക്രമങ്ങളോട് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് ചിലപ്പോഴൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അജയനോട് ചോദിക്കുമായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാനായിട്ടാണോ അതോ കവിത മോശമായിട്ടാണോ ഇങ്ങനെ എന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷെ ചില കവിതകളൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും, ചിലതൊന്നും അങ്ങനെ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിപിന്യയുടെ കവിത ഫേസ്ബുക്കിൽ വായിക്കാൻ ഇടവരികയും ഒരുപക്ഷെ പഴയ കാലത്തെ മാസ്റ്റേഴ്സിനെ വായിക്കുന്ന അത്ര സുഗമമായി എനിക്ക് വിപിന്യയുടെ കവിതയോട് ഇടപഴകാൻ കഴിയുകയും ചെയ്തു. അതെന്നെ സംബന്ധിച്ചും എൻ്റെ കവിയാഭിരുചി അത്ര പഴകിപ്പോയിട്ടില്ല എന്ന ഒരു ആശ്വാസം നമ്മളൊരു കാര്യം കൂടിയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, കുട്ടികൾ നമ്മളെ പഠിപ്പിക്കും.